ഇന്ന് ഒരു അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ കാലത്തൊട്ടിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് തൃശ്ശൂരുണ്ടായിരുന്ന പൂരം എക്സിബിഷൻ കഴിഞ്ഞിട്ടില്ല. തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായെങ്കിൽ കൂടിയിട്ട് എക്സിബിഷൻ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എക്സിബിഷനൊക്കെ ഒന്ന് ഉച്ചരിഞ്ഞിട്ട് കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള കുഞ്ഞൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുകയാണ്. സനൂസ് ഫോറോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിരാവിലെ അല്ലെങ്കിലും സൂര്യൻ ഉദിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് എണീച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ മിറ്റടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ വന്ന് മിറ്റൊക്കെ അടിച്ചു. അക്ഷയും അമ്മയും കൂടെയൊക്കെ നടക്കാനൊക്കെ പോയി. അപ്പോൾ മിറ്റൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് ബീഫാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബീഫ് കാലത്ത് തന്നെ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ചുവന്നുള്ളി വെച്ചിട്ടാണ് ബീഫ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് സവോള നമ്മൾ പൂർണ്ണമാക്കി ഒഴിവാക്കിയതിന് ശേഷം ചുവന്നുള്ളി വെച്ചിട്ട് നമുക്ക് ബീഫ് ഉണ്ടാക്കാം. അപ്പോൾ ചുവന്നുള്ളി പെട്ടെന്ന് തൊലി പൊളിച്ചെടുക്കാനൊക്കെ ആയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തൊലി പൊളിഞ്ഞ് പോരും കേട്ടോ. പിന്നെ ഇന്ന് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ന് പറയുന്നത് വിഷുക്കട്ടയാണ് കേട്ടോ. വിഷുക്കട്ട നമ്മൾ വിഷുവിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ ബാക്കി കുറച്ച് അരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് വിഷുക്കട്ട ഉണ്ടാക്കുകയാണ്. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വിഷുക്കട്ടയും ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. വിഷുക്കട്ട കഴിക്കാനായിട്ട് എപ്പോഴും ഇഷ്ടമാണ് കേട്ടോ. അത് വിഷു ആവണമെന്നൊന്നുമില്ല, ഇടയ്ക്കൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. അത് നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെ കൂടെ കഴിക്കാനാണ് വിഷുക്കട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. വിഷുക്കട്ട നമ്മൾ പരിപ്പിൻ്റെ ഒക്കെ കൂടെ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ശർക്കരപ്പാനിയൊക്കെ ചേർത്ത് കഴിക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനും ഫ്ലേവറിനും ടേസ്റ്റിനൊക്കെ അനുസരിച്ച് നമുക്ക് കഴിക്കാം. അപ്പോൾ എന്തായാലും വിഷുക്കട്ടയൊക്കെ ഉണ്ടാക്കി വെച്ച് നല്ല സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വിഷുക്കട്ടയാണ് കേട്ടോ. ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വിഷുക്കട്ടയായിരുന്നു. അപ്പോൾ വിഷുക്കട്ട നമ്മൾ ആവശ്യത്തിനെടുത്തു. ഒരു 2-3 കഷ്ണമൊക്കെ എടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വിഷുക്കട്ടയും ചിക്കൻ കറിയും കൂടി കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവി ആയിട്ട് തന്നെ കഴിച്ചു. കാലത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് വീണ്ടും കയറി നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് നാളികേരക്കൊത്തൊക്കെ ഇട്ടത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചോറ് വെച്ചു നമ്മൾ. പിന്നെ കുറച്ച് അത്യാവശ്യം വീട്ടിൽ അടിച്ചു വാരൽ തുടയ്ക്കൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. തിരുമ്പാനുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ പിള്ളേരെ കുളിപ്പിക്കുക എന്നുള്ള പരിപാടിയിലേക്കൊക്കെ കടക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളാണ് ഇതുപോലെ നല്ല രീതിയിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് മസാജൊക്കെ ചെയ്ത് ഇതുപോലെ കുളിപ്പിക്കുക എന്നുള്ളത്. അക്ഷയ്ക്കൊന്നും തീരെ ഇഷ്ടമില്ല കേട്ടോ. ഭയങ്കര മടിയാണ് വെളിച്ചെണ്ണ തേക്കാനൊക്കെ ആയിട്ട്. എങ്കിലും ഞാൻ അങ്ങോട്ട് വെളിച്ചെണ്ണ തേപ്പിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എപ്പോഴായാലും ഡെയിലി തേച്ചില്ലെങ്കിലും ഒന്നരാടൊക്കെ പിള്ളേരെ മേത്ത് വെളിച്ചെണ്ണ തേപ്പിച്ച് കൊടുക്കുന്നത് ഈ ഒരു ക്ലൈമറ്റിൽ നല്ലതാണ് കേട്ടോ. കാരണം നല്ല ചൂടല്ല. അപ്പോൾ അവർക്ക് ശരീരത്തിന് കുറച്ച് തണവൊക്കെ ഇറങ്ങാനായിട്ട് ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുളിപ്പിക്കുകയാണ് നല്ലത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, ഞാനും കുളിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ബീഫൊക്കെ കൂട്ടി കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ വൈകിട്ട് ഒരു 4 മണിയോട് കൂടിയിട്ട് തൃശ്ശൂർ എക്സിബിഷൻ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ആറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് പോയത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടെ തിരക്കുണ്ടായിരുന്നു. തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് ആയെങ്കിൽ കൂടിയിട്ട് അവിടെ തൃശ്ശൂർ പൂരത്തിലുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. കാരണം എല്ലാവർക്കും അതൊരു രസമാണ്, ഒരു ഹരമാണ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്ന് പറയുന്നതും. അതുപോലെ തന്നെ ബാക്കി തൃശ്ശൂർ വന്നിട്ട് ആ റൗണ്ടിന് ചുറ്റും കറങ്ങി അടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷവും സമാധാനമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ എക്സിബിഷൻ കാണാനായിട്ട് എക്സിബിഷൻ സ്റ്റാളിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ 35 രൂപയാണ് ഒരാൾക്ക് അവർ വാങ്ങിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. 4 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും അവർ എക്സിബിഷന് പോയി കഴിഞ്ഞാൽ നമ്മൾ ചാർജ് കൊടുക്കണം, 35 രൂപ കൊടുക്കണം. ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ പ്രാവശ്യം എക്സിബിഷൻ എങ്ങനെയാണോ സ്റ്റാളുകൾ ഉണ്ടാവുക അതുപോലെ തന്നെയാണ് ഇത്തവണയും സ്റ്റാളുകൾ ഉള്ളത്. അപ്പോൾ ഇതുവരെ ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഒരു 9-ാം തീയതി 10-ാം തീയതി ഒക്കെ ആയിട്ടാണ്, മെയ് മാസം. ഇതുവരെ എക്സിബിഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഏകദേശം ഈ മാസം അവസാനത്തോളം വരെ എക്സിബിഷൻ ഉണ്ടാവുമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ചൂടൊക്കെ ആറിയതിന് ശേഷം, ചൂട് സമയത്ത് പോവാണ്ട് വെയിലൊക്കെ ആറിയതിന് ശേഷം പോവാണ് ഏറ്റവും നല്ലത്. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഒരുപാട് ഐറ്റംസ് കിട്ടും. അതുപോലെ തന്നെ നല്ല കത്തി വെക്കുന്ന വിലയിലും ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ല, അന്യായ തിരക്കാണ്. നമ്മളവിടെ നിന്ന് കൊടുത്താൽ മതിയാവും, നമ്മളെയും കൊണ്ടിങ്ങനെ ആൾക്കാർ പോവും. അത്രയും തിരക്കാണ്. തിരക്ക് മാത്രമല്ല നല്ല ചൂടാണ് കേട്ടോ. കുട്ടികളെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ 1-2 കടകളിൽ മാത്രമല്ല, കാണുന്ന എല്ലാ കടകളിലും അവർക്ക് വേണ്ടിയിട്ട് കയറേണ്ടി വരും. ഇതുപോലെ തൊപ്പിയായാലും കണ്ണാടയായാലും അതുപോലെ തന്നെ അവർക്ക് കളിക്കാനായിട്ടുള്ള കളി ഐറ്റംസും പിന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഇതുപോലെ പഠിക്കാനായിട്ട് അവർ സ്പെഷ്യലായിട്ട് ഒരു ട്രിക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പിന്നീട് ഷോർട്സ് ആയിട്ടൊക്കെ ഇടാം. ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അത് എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ അത് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയ കാരണം കൊണ്ടാണ് വാങ്ങിച്ചത് കേട്ടോ. അതിനെക്കുറിച്ച്
ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. പിന്നെ നമ്മൾ കുറച്ചും കൂടി നീങ്ങിയപ്പോഴേക്കും അവിടെ ഒരു ഐസ്ക്രീമിൻ്റെ സ്റ്റോൾ കണ്ടു. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. നല്ല ചൂട് സമയമായതുകൊണ്ട് തന്നെ കുറച്ച് തണുത്തത് എന്തെങ്കിലും ഉള്ളിലേക്ക് ചെല്ലുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോഴേക്കും അടുത്ത കടയിൽ എന്തൊക്കെയോ സാധനങ്ങൾ കണ്ടു. കരച്ചിലായി, പിഴിച്ചിലായി, പിന്നെ അത് വാങ്ങിക്കലായി. അവിടെ നിന്ന് ഒരുപാട് ദൂരം മുന്നോട്ട് നടന്നു പോകുന്നു കേട്ടോ. അപ്പോൾ ഒരു കടയിൽ കണ്ടതാണ്, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അന്യായ റേറ്റാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ വീഡിയോ എടുത്തു പോന്നു. കാണാനായിട്ട് നല്ല ക്യൂട്ടാണ്. കൃഷ്ണൻ്റെ ചെറിയ വിഗ്രഹങ്ങളും അതുപോലെ തന്നെ ആനിമൽസും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെയും ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു, നമ്മളെ ആകർഷിക്കുന്ന രീതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. ഫുഡ് ഐറ്റംസിന് വേണ്ടിയിട്ട് പ്രത്യേകം കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. വിവിധ തരം അച്ചാറുകളും അതുപോലെ തന്നെ ഇതുപോലെ ചൂടോട് കൂടിയിട്ട് മുളക് ബജ്ജി, കായ ബജ്ജി, കോളിഫ്ലവർ ബജ്ജി ഇതൊക്കെ ഉണ്ടാക്കി തരുന്ന ലൈവായിട്ടുള്ള സ്റ്റാളുകളും ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് നല്ല ചൂടോട് കൂടി ചായ കുടിക്കണമെങ്കിൽ കഴിക്കാം. അതുപോലെ തന്നെ ചൂടോട് കൂടിയിട്ട് ബജ്ജിയും കാര്യങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഈ ഒരു പ്ലേ ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു ആക്ടിവിറ്റി സൈഡിലെത്തിയപ്പോൾ തന്നെ നമ്മൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കാണാനായിട്ട് അതിമനോഹരം തന്നെയായിരുന്നു കേട്ടോ. കാരണം ഇത് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ഈ ഒരു യന്ത്രത്തിൻ്റെ ഒക്കെ മുകളിൽ നിറച്ച് LED ലൈറ്റുകളും മലബൾബൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് അട്രാക്റ്റീവ് ആട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത് കേട്ടോ. കുട്ടികളും മുതിർന്നവരൊക്കെ ഒരുമിച്ച് കയറി എൻജോയ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു യന്ത്രൂഞ്ഞാലും ഈ ഒരു വലിയൊരു കപ്പൽ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് ആൾക്കാർ ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോഴൊക്കെ ഓളിയിട്ട് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാനായിട്ടും നമുക്ക് മനസ്സിന് ഭയങ്കര എന്താ പറയുക, ഒരു കുളിർമ തോന്നും. അങ്ങനെ അക്ഷയുടെ നിർബന്ധത്തിന് ഞങ്ങൾ യന്ത്രൂഞ്ഞാലിൽ കയറി. ആദ്യം കയറിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുറച്ചങ്ങൾ തുടങ്ങിയപ്പോഴേക്കും ഭയങ്കര ഓളിടലും ബഹളമൊക്കെ ആയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സെറ്റായിട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള തന്ത്രപ്പാടായിരുന്നു. കാരണം കുറേയൊക്കെ നടന്ന് നമുക്ക് മട്ടിപ്പോയി അവസാനമൊക്കെ ആകുമ്പോഴേക്കും. അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. എങ്കിലും എക്സിബിഷൻ കാണാൻ വരുന്നവരുടെ തിരക്ക് കുറഞ്ഞിട്ടൊന്നുമില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ഒരുപാട് വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരുവിധം നമ്മൾ രക്ഷപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഏകദേശം സമയം 8:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷം. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു കിഡിലെ മീഡിയം ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.